നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് വെള്ളം വെച്ച് വാഷ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഫേസ് വാഷ്. ഈ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ അന്നോട്ട് എനിക്ക് നല്ല രീതിയിൽ ടാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ടും ഈ കൈ യൂസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം ടോണർ അപ്ലൈ ചെയ്യണം. ബട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ടോണർ ഇല്ലാത്തതുകൊണ്ട് ഇത് തനിയെ തന്നെ ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് തനിയെ ഉണങ്ങിയിട്ടുണ്ട്. വെള്ളം വെച്ചിട്ട് തനിയെ ഫേസ് ഉണങ്ങാൻ വിട്ടായിരുന്നാലും ടോണറിൻ്റെ ഒരു പകുതി ഗുണം ചെയ്യും കേട്ടോ. കംപ്ലീറ്റ് ഗുണം ചെയ്യില്ല, ബട്ട് ഒരു പകുതി ഗുണം ചെയ്യും. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ സിറം ആണ്. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും, ഡെർമയുടെ സിറം. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതും എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു സൺസ്ക്രീനാണ്. ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. അടിപൊളിയാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട ആവശ്യമേ വന്നിട്ടില്ല. ആൻഡ് ഒരു ലിക്വിഡ് ഫോമിലാണ് ഇതുള്ളത്. സ്പെഷ്യലി ഡ്രൈ സ്കിൻ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ലിക്വിഡ് ഫോമിലുള്ള സൺസ്ക്രീൻ വളരെ നല്ലതാണ്. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട്. നമുക്ക് കുറച്ച് എടുക്കുന്നുള്ളൂ. ഈ ഒരു സൺസ്ക്രീനിൻ്റെ പ്രത്യേകതയാണ് ഇങ്ങനൊരു ഗ്ലോ തരുന്നത്. ആൻഡ് എനിക്ക് ആൾ ടൈം ഇങ്ങനൊരു ഗ്ലോ വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. എനിക്കൊരു മാറ്റ് ഫിനിഷിങ് ലുക്കാണ് ഇഷ്ടം, പക്ഷേ ഇന്ന് ഗ്ലോ ഇഷ്ടമുണ്ട്. ദ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബോഡി ലോഷനാണ്. അത് എപ്പോഴും ബോഡി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ബോഡി ലോഷൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വേറൊരു ബോഡി ലോഷൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ പറയാനായിട്ടായിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 2 വീക്കെങ്കിലും ഞാൻ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ റിവ്യൂ പറയാറുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ടാറ്റാ.